ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിന് സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഞാനൊരു കഥ പറയാം എന്നിങ്ങനെ കേട്ടോ. എന്നാൽ വിക്രമിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വിക്രം ഇങ്ങനെ വേദ പറയുന്നത് കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേദ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഒരു നാട്ടില് ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് 3 ആൺമക്കളായിരുന്നു. ആ നാട്ടിലുള്ളവരെല്ലാം അമ്മയോട് പറയുമായിരുന്നു, നീ ഭാഗ്യം ചെയ്തവളാണ്, നിനക്ക് 3 ആൺമക്കളല്ലേ, നിങ്ങള് പ്രായമാകുമ്പോ നിങ്ങളെ നന്നായിട്ട് നോക്കാനും നിങ്ങൾക്ക് അന്തസ്സായിട്ടൊക്കെ ജീവിക്കാവല്ലോ എന്നൊക്കെ ആ നാട്ടിലുള്ളവരെല്ലാം പറയുമായിരുന്നു. ഒരു ദിവസം ഒരു വേദ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മേ, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ, അപ്പൊ എങ്ങനെയാണ് ഇവിടെ വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കാറ്? അവര് എല്ലാവരും അമ്മയ്ക്കും അച്ഛനും ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടോ? അവരെന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്ന് വേദ പറയാണ് കേട്ടോ. ഈ സമയം വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മതി, നിർത്തിക്കോടി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറയല്ലേ, കഥ മുഴുവൻ കേൾക്കുന്ന ഇങ്ങനെ പറയാണ് കേട്ടോ. ആ അമ്മ പറയുകയാണ്, എനിക്ക് 3 ആൺമക്കളാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഒരാള് പോലും എനിക്കൊരു സാരി പോലും ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. തന്നെയില്ല, മൂത്ത 2 പേരുണ്ടെങ്കിൽ അത് ആ അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ രക്തം ഊറ്റി കുടിക്കുന്നത് പോലെ കുടിക്കാനായിട്ടുള്ളവരാണ്. ഒരു 3ാമനാണെങ്കിൽ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്തിട്ട് അച്ഛന്റെ അമ്മയുടെ അഭിമാനം മുഴുവൻ കളഞ്ഞു കുളിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നടത്തുക എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ പറയുകയാണ്. പിന്നീട് ആ അമ്മ പറയുന്നുണ്ട്, റിട്ടയർഡ് ആയി കഴിയുമ്പോൾ പെൻഷനൊക്കെ മേടിച്ച് സമാധാനമായിട്ട് ഇരിക്കാവല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം അധ്വാനിക്കുന്നത്. എന്നാൽ ഇതിപ്പോ 2 മക്കളുടെയും 3 മക്കളുടെയും കുടുംബവും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ആ മക്കൾക്ക് വേണ്ടിയിട്ട് ചില ദിവസം പട്ടിണി പോലും കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. പിന്നെയാണോ ഒരു സാരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഇങ്ങനെ വേദയോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും വരെ മടിയില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന മകനുണ്ടായിട്ടും അവർക്കൊരു സാരി മാറ്റി കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കാൻ വിടുന്നതാണോ നിങ്ങളുടെ സ്നേഹം? പറ വിക്രം. അത് തന്നെയല്ല, ജനിച്ച് ഇത്രയും നാളു മുതൽ സ്വന്തമായിട്ട് ഒരു സ്വന്തം കാര്യം പോലും നോക്കാതെ പെറ്റമ്മയെ വേലക്കാരിയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ നിങ്ങളുടെ സ്നേഹം? ഇതാണോ സ്നേഹത്തിന്റെ വില എന്നിങ്ങനെ വിക്രമിനോട് ചോദിക്കുന്ന സമയത്ത് വിക്രം പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഇത്തിരി നേരം നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അതെ, എന്റെ അമ്മയ്ക്ക് ഒരു സാരിയല്ല, ഒരു 50 സാരി വേണമെങ്കിലും ഞാൻ കൊണ്ടുപോയി അമ്മയുടെ കാൽ ചുവട്ടിൽ വെക്കാം. എന്നാൽ ഞാൻ തല്ലിയും കൊന്നും ഉണ്ടാക്കുന്നതാണെന്നും പറഞ്ഞ് അവരത് വാങ്ങിക്കില്ല. അമ്മയോടൊരു സമ്മതം എന്ന് പറഞ്ഞ് ഒരു മൂളാൻ പറ, ഞാൻ എത്ര സാരിയാണ് അമ്മയുടെ കാൽക്കൽ കൊണ്ട് വെക്കുന്നതെന്ന് നീ കണ്ടോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അപ്പോ വാങ്ങിക്കോ ഇല്ലയോ എന്ന് അറിയാതെ കൊണ്ടാണോ നിങ്ങൾ ഇത്രയും നാള് സാരി പോലും മേടിച്ചു കൊടുക്കാതിരുന്നതെന്ന് ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അത് ശരി, എന്നാ ഞാൻ സമ്മതിച്ചു എന്ന് പറയണം കേട്ടോ. നിന്റെ സമ്മതം ആർക്ക് വേണം? അതെ, ഞാൻ എന്തൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്താലും അച്ഛൻ അത് വലിച്ചെറിയ തന്നെ ചെയ്യുന്ന എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? അതൊരിക്കലും അവര് സ്വീകരിക്കില്ലെന്നും അറിയാന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. ഈ സമയം വേദ പറയുന്നുണ്ട്, അതെ, ഞാനെന്ന് വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയിട്ട് എന്നെ കൊണ്ടുപോയി ആക്കിയില്ലേ? എന്റെ അച്ഛൻ എന്നെ മകളായിട്ട് അംഗീകരിക്കില്ല, ഇങ്ങനെയൊരു മകളില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് പോയതെന്ന് നിങ്ങൾക്കറിയോ? അന്ന് എന്റെ അച്ഛന്റെ പിറന്നാളായിരുന്നു. ബർത്ത്ഡേ ആയിട്ട് അച്ഛന്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവിടെ ചെന്നത്. എന്റെ അച്ഛന് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നതെന്ന് ഇങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ എത്രയൊക്കെ ചെന്നാലും അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ അടിക്കോ വഴക്കു പറയോ ഒക്കെ ചെയ്യുന്നറിയാം. എന്നാലും ഇതെല്ലാം പ്രതീക്ഷിച്ച് ആണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എന്നാ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? എനിക്ക് അച്ഛനോടുള്ള സ്നേഹം. ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ആ പിറന്നാൾ ദിവസം ഞാൻ അച്ഛന്റെ അനുഗ്രഹം മേടിക്കാൻ ഞാൻ അവിടെ ചെല്ലും. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലേ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുത്താൽ അത് വാങ്ങിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പേഴ്സിൽ പൈസയും വെച്ചുകൊണ്ട് ഇരിക്കുന്നതല്ല സ്നേഹം എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പോവാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നിർത്തടി, നീ ഒന്ന് അവിടെ നിന്നേ.
അപ്പോ ഞാൻ കാണിക്കുന്നതൊന്നും സ്നേഹമല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതേ വിക്രം, നിങ്ങൾ കാണിക്കുന്നത് വെറും അഭിനയമാണെന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫ്രോഡ് തരമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അമ്മയോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് അമ്മയിട്ട് അടിമയെ പോലെ ഇങ്ങനെ നിങ്ങളെ ജോലി ചെയ്യിക്കുന്നില്ലേ? ഈ സമയം വിക്രമാണെങ്കിൽ എന്നിട്ട് വേദയെ ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഉയർത്തുന്നുണ്ട് കേട്ടോ. ഡി, നിന്നെ ഞാൻ എന്നാ അടിക്ക്, എന്തിനാ കൈ താത്തിയത്? നിങ്ങൾക്ക് കോംപ്ലക്സ് ആണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? നാട്ടുകാർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ അന്വേഷിച്ച് നിങ്ങൾ മേടിച്ചു കൊടുക്കാറില്ലേ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒന്ന് ഇതുവരെ നിങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുന്ന ഇങ്ങനെ വേദ പറയാണ് കേട്ടോ. അതെ, എന്തിനാ ഓങ്ങിയ കൈ താത്തിയിട്ടത്? നിങ്ങൾക്ക് അടിക്കണമെന്നുണ്ടെങ്കിലേ ഒന്ന് അടിച്ചു നോക്ക്, അപ്പൊ കാണാന്നിങ്ങനെ വേദ പറയാണ് കേട്ടോ. നീ എന്റെ മുമ്പിൽ നിൽക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോന്ന് പറയാണ് കേട്ടോ. ഞാൻ പോവുക തന്നെയാണ്. എന്നാ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് മേടിച്ചു കൊടുത്തു നോക്കെന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. വിക്രം അവിടെ ഇരുന്ന് കുറെ തവണ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം ആവുമ്പോഴേക്കും വിക്രം കയറി വരുന്നത് ഒരു കവറുമായിട്ടായിരിക്കും കേട്ടോ. ആ കവർ നോക്കുമ്പോഴത്തേക്കിനും അച്ഛനും അമ്മയ്ക്ക് സാരിയും അച്ഛനുള്ള ഷർട്ടുമായിട്ടാണ് വരുന്നത്. ഇതിനായിട്ട് ശ്രീനിവാസ സാറിന്റെ അടുത്ത് എന്നിട്ട് വിക്രം പൈസ മേടിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വിക്രം കയറി വരുന്ന സമയത്ത് വീട്ടില് ബാക്കി വിശ്വനും വിനയനും നന്ദിനിയും ശ്രീജ വേദ ഇവരെല്ലാവരും കൂടി ഇരുന്ന് നാളെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പൊ അത് എങ്ങനെ ആഘോഷിക്കണമെന്നൊക്കെ ഓരോരുത്തരും ചർച്ച ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും പറയുന്നുണ്ട്, വിക്രം നിനക്കെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം വിക്രം ആ കവർ കാണിച്ചിട്ട് പറയുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്തായാലും ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വിഷു ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എവിടെടാ കാണട്ടെ, ആഹാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷു ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ മേടിച്ചു നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ മാഷ് അവിടെ നിൽക്കുമ്പോഴേക്കും വിക്രമാണെങ്കിൽ മാഷിന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് കമലാമ്മയുടെ അടുത്താണ് ആദ്യം ചെല്ലുന്നത്. അമ്മേ, ഇത് അമ്മയ്ക്കുള്ള സാരിയാണെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം കമലാമ്മ ഒന്നും മേടിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും, അല്ലമ്മേ രണ്ടുപേർക്കുണ്ട്, അച്ഛന് ഷർട്ടും അമ്മയ്ക്ക് സാരിയാണ് മേടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ സാരി മേടിച്ചിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കമലാമ്മയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ സാരി മേടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എന്നാ ഈ സമയം മാഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും മാഷ് അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാ മാഷ് അത് വാങ്ങിച്ചിട്ട് നേരെ വിക്രമിന്റെ മുഖത്തേക്കാണ് കേട്ടോ വലിച്ചെറിയുന്നത്. അങ്ങനെ കമലാമ്മയുടെ കയ്യിലിരിക്കുന്നതും മേടിച്ചിട്ട് കമലയോട് പറയുന്നുണ്ട്, നീ എന്ത് അഭിമാനത്തോടു കൂടിയാ ഇത് മേടിച്ച് ഇടുന്നത്? ഇതിട്ടാലേ ഒരിക്കലും നിന്റെ നിഴലിന് പോലും സഹിക്കില്ല. അത്രയ്ക്കും ആളുകളുടെ രക്തവും ചോരയുടെ മണമുള്ള ഇതാണിത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കിത് അർഹതപ്പെട്ടതല്ല കമലെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. നിന്റെ മോൻ സമ്പാദിച്ചു കൊണ്ടുവന്നത് ഏത് രീതിയിലാണെന്ന് നിനക്കറിയാവല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ്. ഇത് കണ്ടിട്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. എന്നാൽ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ കുനിഞ്ഞ് ആ കവറെല്ലാം പെറുക്കിയെടുത്തിട്ട് വിക്രമിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം വിക്രം അവിടെ പോയിരുന്നിട്ട് മാഷ് പറഞ്ഞ വാക്കുകളെല്ലാം വിക്രമിന്റെ ചെവിയിൽ ഇങ്ങനെ വന്ന് അടിക്കുകയാണ്. വിക്രമിന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. എന്നാൽ ആ സമയത്തേക്ക് നമ്മുടെ വേദ ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഈ വേദയെ കാണുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ അത് വാങ്ങിക്കില്ല എന്നുള്ളത്, നിനക്കിപ്പോ സമാധാനമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാ വേദ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത്, എന്താടി ഇപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ, നിനക്കിനി കഥയൊന്നും പറയാനില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രം ഇതെന്റെ തെറ്റാണ്. എന്നാ നിങ്ങൾ അച്ഛനും അമ്മയും അച്ഛൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റ് അവർക്ക് ഒരിക്കലും വേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്ത ജോലിയാണ് അവരുടെ പ്രശ്നം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടു വന്നതായിരുന്നെങ്കിൽ അവരത് മേടിക്കുമായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നതെന്ന് ഇങ്ങനെ വിക്രം ചോദിക്കാണ് കേട്ടോ. എന്നാ വേദ ഇങ്ങനെ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വിക്രമിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്.